പാതിരാകുന്നത്ത് മനയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറേ കാലമായി ഞാൻ വേദുട്ടനെ അവിടെ കൊണ്ടുപോയി തൊഴിയിക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് അത് നടന്നത്. അപ്പോൾ ബേബിക്കുട്ടീനെ തിരിച്ചു വരും വഴി സ്കൂളിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഈ മനയെ പറ്റി. കുറച്ച് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായൊരു നാഗക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാതിരിക്കുന്നത്ത് മന. ചെറുപ്പളശ്ശേരിക്ക് അടുത്തായിട്ടാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സന്താനഭാഗ്യത്തിനും അതുപോലെ തന്നെ സർപ്പദോഷത്തിനും പേര് കേട്ട ഒരു മനയാണ് പാതിരക്കുന്നത്ത് മന. പണ്ടത്തെ പോലെയൊന്നല്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ മനയിൽ വന്നിട്ടുണ്ട്. ഞാൻ മുന്നേയും പോയി തൊഴുതിട്ടുണ്ട് കേട്ടോ. ഈ വഴി കൂടെയാണ് പോകുന്നത്. പണ്ടൊക്കെ ഈ വഴി പോവാൻ പേടിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ദർശന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഉള്ളിലത്തെ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, വൈകുന്നേരം എത്ര മണി, 6 മണി വരെ ഉള്ളൂ കേട്ടോ. രാവിലെ മുതൽ പിന്നെ ഉച്ചയ്ക്ക് 12 മണി വരെ. അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ താഴത്ത് പോയിട്ട് അവിടെ കുളത്തിൽ പോയി കാലും കയ്യും ഒക്കെ ശുദ്ധമാക്കിയിട്ട് വേണം നമ്മൾ പോയി ഉള്ളിൽ പോയിട്ട് തൊഴാട്ടോ. അപ്പോൾ പോകും വഴിക്ക് ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പൂജിക്കാൻ വേണ്ടിയിട്ട് പഴവും അതൊക്കെ കേട്ടോ. അപ്പോൾ ദാ ഇവിടെയാണ് നമ്മൾ പോയിട്ട് കാലും കയ്യും ഒക്കെ കഴുകി തലയിലൊക്കെ വെള്ളം ഒഴിച്ച് ശുദ്ധീകരിച്ചിട്ട് വേണം നമ്മൾ അവിടെ പോയി തൊഴാൻ. ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് ദൂരത്തുനിന്നും ഒക്കെ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര ശക്തിയുള്ളതാണ് എന്നല്ലോ നാഗങ്ങളെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താ ഒരു മനസ്സിനൊരു സുഖമാണ്. ഞാൻ ഇടയ്ക്ക് പാമ്പിനൊക്കെ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ വേഗം പോയി. നമുക്ക് ഓരോ ടൈമായാൽ നമുക്ക് എപ്പോഴാണോ അവിടെ എത്താൻ യോഗം, ആ യോഗം എപ്പോഴാണോ അവിടെ എത്തും നമ്മൾ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ മന എന്നൊക്കെ പറയുമ്പോൾ ആകെ കാട് പിടിച്ചിട്ടാണ്. ഇപ്പോൾ അവർ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവിടെയും ഓരോരോ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ നാഗങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ എടുക്കാൻ എനിക്ക് പേടിയായിട്ടാണ്. പക്ഷേ ഒരുപാട് പേര് യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അവിടെയൊക്കെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങി. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും എടുക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴമൊക്കെ അവിടുന്ന് നമ്മൾ കൊടുത്ത പഴം പിറ്റേ ദിവസം അന്ന് പൂജിച്ച് പിറ്റേ ദിവസം കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തലേ ദിവസം പൂജിച്ച പഴം, തലേ ദിവസം ആരെങ്കിലും കൊടുത്ത പഴം പിറ്റേ ദിവസം പൂജിച്ചിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പോൾ വേദുവിനെ വേഗം കൊടുത്തു. അത് പിന്നെ ഞങ്ങളിതാ ഇറങ്ങിയിട്ട് റോഡ് സൈഡ് തന്നെ ആയിട്ടാണ് ഈ മന വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോയി തൊഴുതോളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ മസാല ദോശയും അതുപോലെ തന്നെ നെയ് റോസ്റ്റും അങ്ങനെ എന്താണ് കഴിച്ചത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. വിശപ്പിൻ്റെ ആ വിളി വന്നതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഓണാക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അതുവരെയുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ബേബിക്കുട്ടീനെ സ്കൂളിലാക്കി. ഞാൻ ഓഫീസിൽ ചെന്ന് പറഞ്ഞു ലേറ്റ് ആവുമെന്ന്. ഞാൻ മിസ്സിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് ആവുമെന്ന്. അപ്പോൾ അതാ അവളേനൊരു ചേച്ചി കൊണ്ടുപോയി ആക്കുന്നുണ്ട് കേട്ടോ ക്ലാസ്സിലേക്ക്. അപ്പോൾ വേദിട്ടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി.